എടി സരയൂ, എനിക്ക് പോവാനുള്ള സമയമായടി. അടുത്ത ജില്ലയിൽ ഞാൻ കയറി കഴിഞ്ഞു. ഇനി അതിനുള്ള മുഹൂർത്തം കുറിച്ചാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനോഹർ ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതുകയാണ്. എന്നിട്ട് നമ്മുടെ സരയുവിനെ ഇങ്ങനെ സുഖിപ്പിച്ച് കുപ്പിയിലിറക്കുകയാണ് നമ്മുടെ മനോഹർ. പക്ഷേ മനോഹറിൻ്റെ മനസ്സിനുള്ളിലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവാം. നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്, ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അങ്ങനെ നമ്മുടെ നമ്മുടെ ബഹാസുരൻ ഇങ്ങനെ അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ കണ്ണും നട്ടിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ കിരണും കല്യാണി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതും നോക്കിക്കൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നത്. അതേസമയം നമ്മുടെ കിരണും കല്യാണിയും കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇങ്ങനെ സിറ്റൗട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ടുപേരും കുഞ്ഞിനെ മാറിയും തിരിഞ്ഞും എടുത്തും ഒക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ രാഹുലിനെ സഹിക്കുന്നില്ല. പുള്ളിക്കാരൻ അത് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഹെടി നിൻ്റെയൊക്കെ ഈ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തും, ഇതാധിക നാളൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സരയു പിന്നാലെ ചെന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛാ അവർ സന്തോഷിക്കുന്നത് അച്ഛൻ കണ്ട് ആസ്വദിച്ചോ? അച്ഛൻ ഇവിടെ വേറെ എന്താ പണി? മതിയായില്ലേ അച്ഛാ? അവരുടെ ഈ സ്നേഹവും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ അച്ഛൻ ഇവിടെ വന്ന് ഇങ്ങനെ ജന്നാലയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സരയു സംസാരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് സരയു ചോദിക്കുകയാണ്, അച്ഛാ ഇങ്ങനെ ഇതും നോക്കി നിൽക്കാതെ അച്ഛൻ ഈ വട്ട് കാണിപ്പൊന്ന് നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും അതുങ്ങളെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പിരിച്ച് താ. ഇനി അവരെ പിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ആരെങ്കിലും ഒരാളെ കൊന്നെങ്കിലും താ അച്ഛാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സരയു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ നമ്മുടെ ബഹാസുരൻ പറയണം, മോളെ ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ വീടുണ്ടല്ലോ ഒരു സ്വർഗമാണ്, സ്വർഗം. അപ്പോൾ ഉടനെ സരയു ചോദിക്കണ, അതെന്താച്ചാ ഞങ്ങളുടെ വീടെന്താ സ്വർഗം അല്ലേ? അപ്പോൾ ഉടനെ ബഹാസുരൻ പറയണ, സ്വർഗോ ഇതോ ഈ വീടാണോ സ്വർഗം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സരയു പറയണ, അതെ എൻ്റെ മനുവേട്ടം ഉള്ളതുകൊണ്ട് ഈ വീട് സ്വർഗം തന്നെയാണ്. പിന്നെ കൂടെ കൂടെ സ്വർഗം അല്ല എന്നൊക്കെ തോന്നും, അത് അച്ഛൻ്റെ വട്ടച്ഛനുള്ളത് കൊണ്ടാണ്. അല്ലാതെ എൻ്റെ മനുവേട്ടനെ പോലൊരു നല്ലൊരു മനുഷ്യനെ ഭർത്താവായിട്ട് എനിക്ക് കിട്ടിയതാ ഈ ജന്മത്ത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യം. അദ്ദേഹം ആയതുകൊണ്ടാണ് അച്ഛൻ്റെ ഈ ഭ്രാന്തൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബഹാസുരൻ പറയണ, എൻ്റെ മോളെ അവനുമായിട്ടുള്ള ജീവിതം സ്വർഗമല്ല നരകം ഒരുന്നൊക്കെ നിനക്ക് ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ നിനക്കങ്ങ് മനസ്സിലായിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സരയു പറയാണ്, ദേ അച്ഛൻ്റെ ഈ ഭ്രാന്തുണ്ടല്ലോ എനിക്കിത് ഇഷ്ടമല്ല. അച്ഛൻ എപ്പോഴും എന്തിനാ മനുവേട്ടനെ ഇങ്ങനെ വിമർശിക്കുന്നത്? ഇനി മേലാൽ അച്ഛൻ എൻ്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിച്ച് പോവരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബഹാസുരൻ പറയാണ്, ഞാനൊന്നും പറയുന്നില്ല പോരെ, പിന്നെ നീ നിൻ്റെ മനോഹറിനെ കുറിച്ച് നീ കൂടുതലൊന്നും പറയണ്ട. ദേ അച്ഛാ, ഇന്ന് മനുവേട്ടൻ വന്നപ്പോൾ അച്ഛൻ എന്തൊക്കെ മോശത്തരങ്ങളാണ് മനുവേട്ടനോട് ചോദിച്ചത്? വട്ടാണെങ്കിൽ ഇത്രയും ആവരുത് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബഹാസുരൻ പറയണം, ഞാനൊന്നും പറയുന്നില്ല പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സരയു അച്ഛൻ്റെ കൂടെ ദേഷ്യപ്പെട്ടിട്ട് നേരെ മുറിയിലേക്ക് പോവുകയാണ്. സരയു പോയതിന് ശേഷവും രണ്ട് കണ്ണുകൾ സെർച്ച് ചെയ്യുകയാണ്. നമ്മുടെ കിരണിൻ്റെയും കല്യാണിയുടെയും മുഖത്തേക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഹുൽ ജനാല വഴി വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല. അവരെ തമ്മിൽ തകർത്ത് എറിഞ്ഞതിന് ശേഷം എങ്ങനെയെങ്കിലും കിരണിനെ കൊണ്ടുവന്ന് നമ്മുടെ സരയുവിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. ഒന്നും നടക്കില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ സരയു ചെന്നിട്ട് മുറിയിൽ ചെന്നിട്ട് നല്ലപോലെ അണിഞ്ഞൊരുങ്ങി അതിസുന്ദരിയായിട്ട് നിൽക്കുകയാണ്. നല്ല കറുത്ത ചുരിദാറൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല സെറ്റായിട്ട് കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ ഇങ്ങനെ ചീകി നിൽക്കുകയാണ്. അപ്പോൾ പിന്നാലെ വന്നിട്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ ഇങ്ങ് ഹഗ് ചെയ്യണം. അപ്പോഴും ഉടനെ പെട്ടെന്ന് സരയു നോക്കുകയാണ്. ആ മനുവേട്ടാ, എന്താ മനുവേട്ടാ? ആ മോളു റെഡിയായോ? ഞാൻ മോളുവിനെയും കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ചുറ്റണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും മോള് റെഡിയായല്ലോ. നമുക്ക് 2 പേർക്കും കൂടി ഉണ്ടല്ലോ നല്ലൊരു ഹോട്ടലിൽ പോകണം. എന്നിട്ട് മോൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം കഴിക്കണം, വയറ് നിറയെ കഴിക്കണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് മനോഹർ പറയണം,
അല്ല മോളു, വിഴിഞ്ഞത്തുള്ളൊരു ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ, അവിടെയാണെങ്കിലുണ്ടല്ലോ നല്ല ഫ്രഷ് മീൻ കിട്ടും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ സരയു പറയണം, അതെന്നെ മനുവേട്ടൻ ഒരു ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ മനോഹർ പറയണം, ആ അത് ശരിയാ മോളു, എൻ്റെ കയ്യിൽ അത്രയും ദൂരം ഒന്നും പോകണ്ട മനുവേട്ടാ, ഒന്നാത് എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ ഇതല്ലേ. അത് ശരിയാ മോളു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ അടുത്തുള്ള ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോവാം. അപ്പോൾ ഉടനെ സരയു പറയണ, അത് മതി മനുവേട്ടാ. അല്ല, മോളുവിൻ്റെ അമ്മ എന്തിയേ? അപ്പോൾ ഉടനെ പറയണേ, അമ്മയുടെ കാര്യമൊന്നും പറയണ്ട മനുവേട്ടാ, അമ്മ നല്ല വിഷമത്തിലാണ്. അച്ഛൻ്റെ ഈ വട്ട് കാരണം അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അമ്മ രാവിലെ അതുകൊണ്ടായിരിക്കും ക്ഷേത്രത്തിൽ പോയി. നിൻ്റെ അമ്മയ്ക്ക് നിൻ്റെ അച്ഛൻ്റെ വട്ട് കാരണം മാത്രമല്ല മോളു, നിൻ്റെ അമ്മയ്ക്ക് അല്ലാതെ വേറെ എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ സരയു പറയുകയാണ്, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് മനുവേട്ടാ, പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഈ വട്ട് തന്നെയാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വിഷമം തോന്നാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ മനോഹർ പറയണം, മോളു നീ എൻ്റെ മാല കണ്ടോ എന്ന് പറഞ്ഞിട്ട് മാല ഇങ്ങനെ ഊരിയിട്ട് മനോഹർ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. ലോക്കറ്റോട് കൂടി മാല ഊരി ഇങ്ങനെ കാണിക്കുകയാണ് നമ്മുടെ സരയുവിനെ. അപ്പം സരയു ഇങ്ങനെ നോക്കിയിട്ട്, ഇതേതാ മനുവേട്ടാ ഈ മാല? മോളു ഇതുണ്ടല്ലോ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട 2 ഫോറിൻ കൺട്രീസിലുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ. 10-15 പവനുണ്ട് മോളു ഈ മാല. 15 പവനോ? 15 പവൻ്റെ മാലയൊക്കെ ഗിഫ്റ്റായിട്ട് തരുമെന്നോ? പിന്നെ അല്ലാതെ 20-30 തരുന്നേ. ഇത് പിന്നെ 15 ഉള്ളൂ. അപ്പോൾ പിന്നെ മനുവേട്ടന് ഞാനിട്ട മാലയോ? ഉടനെ മനോഹർ മനസ്സിൽ വിചാരിക്കണേ, പെട്ടു. ഉടനെ എന്നെ മനോഹർ പറയണ, മോളു അത് ഞാൻ ലോക്കറിൽ വെച്ചു. ഈ മാല കിട്ടിയപ്പോൾ പിന്നെ അതും ഇതും കൂടി ഒരുമിച്ചിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അത് ഞാൻ ലോക്കറിൽ വെച്ചു. ഇനിയിപ്പോൾ മോളുവിന് വിഷമമായെങ്കിൽ ഇത് ഞാൻ ലോക്കറിൽ വെച്ചിട്ട് അതെടുത്ത് കഴുത്തിയിടാം. അത് വേണ്ട മനുവേട്ടാ, അതും 15 പവനുണ്ടായിരുന്നു എന്നിങ്ങനെ പറയണ്. അപ്പോൾ ഉടനെ മനോഹർ മനസ്സിൽ വിചാരിക്കണേ, എടീ കുലടേ, 15 പവൻ 12.5 പവൻ മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് മനോഹർ ഉടനെ ഈ മാല ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, മോളു എനിക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ, എനിക്ക് ഈ മാലയുണ്ടല്ലോ ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ വെയിറ്റ് അറിയാൻ പറ്റും, കൃത്യമായിട്ട് പറയാൻ പറ്റും. എനിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയൊരു കഴിവാണ്. മോളുവിൻ്റെ മാല അങ്ങനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഒരു 12.5 പവനാണ് എനിക്ക് തോന്നിയത്. ഉടനെ സരയു പറയണ, അതേ മനുവേട്ടാ, ശരിക്കും പറഞ്ഞാൽ അത് 12.5 പവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ശരിക്കും എനിക്കൊരു 10-18 പവൻ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ വട്ടനില്ലേ താഴെ ഇരിക്കുന്ന, ആ വട്ടനാ അന്നേരം സമ്മതിക്കാഞ്ഞത്, എൻ്റെ അച്ഛനെന്ന് പറയുന്ന വട്ടൻ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സരയു പറയുകയാണ്. അപ്പോൾ മനോഹർ പറയണ, സാരമില്ല മോളു, സ്വർണത്തിലൊന്നും വലിയ കാര്യമില്ലെന്നേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് സരയു പറയാണ്, മനുവേട്ടാ എന്തായാലും അപ്പോൾ ഉടനെ തന്നെ മനോഹർ പറയണ, എന്തായാലും എനിക്കെന്തിനാ മോളു ഈ മാലയൊക്കെ, ഇത് മോളു എന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സരയുവിന് വെച്ച് നീട്ടാണ്. അപ്പോൾ സരയു വാങ്ങിച്ചിട്ട് പറയണ, വേണ്ട മനുവേട്ടാ, ഇത് മനുവേട്ടൻ്റെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ, ഇത് ആണുങ്ങളിടുന്ന മാലയല്ലേ, ഇത് എനിക്കെന്തിനാ എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് തിരിച്ച് കൊടുക്കുകയാണ് മനോഹറിന്. എന്നിട്ട് മനോഹർ പറയണ, എന്നാലേ നമുക്ക് 2 പേർക്കും നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് തിരിച്ച് വരാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് മനോഹർ മനസ്സിൽ പറയണം, എടി ഭയങ്കരി, നിന്നെയും കൊണ്ട് വെറുതെ എങ്ങാനും ആണോ ഞാൻ കറങ്ങാൻ പോണത്? നിൻ്റെ മാലയുണ്ടല്ലോ, നീ എനിക്കിട്ട മാല, അത് കൊണ്ടുവന്ന് വിറ്റ വകയിൽ 6-7 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോഴേ ആ പൈസയ്ക്കാണ് നിനക്ക് ആഹാരം മേടിച്ച് തരാനായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നത് എന്നിങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അതിനുശേഷം അപ്പോഴത്തേക്ക് സരയു പറയാണ്, ശരി മനുവേട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സരയു വരികയാണ്. അങ്ങനെ നമ്മൾ സരയുവിനെയും കൊണ്ട് നമ്മുടെ മനോഹർ ചെല്ലുകയാണ്. അങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നല്ലൊരു വലിയൊരു ഹോട്ടലാണ് കാണിക്കുന്നത്. ആ വലിയൊരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ മനോഹർ പറയണ, മോളു ഈ ഹോട്ടലിലുണ്ടല്ലോ എല്ലാം ഫ്രഷാണ്, ഇവിടെയുള്ള ആഹാരങ്ങളൊക്കെ നല്ല സൂപ്പറാണ്, നീ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടി ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങി പോകുന്ന പെൺകുട്ടി ഇങ്ങനെ മനോഹറിനെ തന്നെ നോക്കുക. ഈ പുള്ളിക്കാരനെ എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ, ഇതെവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ പുള്ളിക്കാരത്തി ഇങ്ങനെ മനോഹറിനെ തന്നെ നോക്കുകയാണ്. അങ്ങനെ ഇവർ 2 പേരും സരയും മനോഹറും അങ്ങ് അകത്ത് കയറി പോവുകയും ചെയ്തു.
അപ്പോഴത്തേക്കാണ് ആ പുള്ളിക്കാരത്തി ഇങ്ങനെ ആലോചിക്കുന്നത് ഇതാരായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് പെൺകുട്ടിക്ക് പെട്ടെന്ന് കാര്യം ഓർമ്മ വരുവാണ്. നമ്മുടെ നിഷയുമായിട്ടുള്ള വിവാഹത്തിന് പുള്ളിക്കാരത്തി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഷയും മനോഹറും തമ്മിൽ, മനോഹറല്ല റോണി എന്നുള്ള പേരിലാണല്ലോ, ആ വിവാഹത്തെക്കുറിച്ച് പുള്ളിക്കാരത്തി ഓർക്കുകയാണ്. പെട്ടെന്ന് ആലോചിക്കണം, അയ്യോ ഇത് നിഷയുടെ ഭർത്താവ് റോണിയല്ലേ ഇപ്പോൾ ആ പോയത്, അത് പിന്നെ എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണ്. അതിനുശേഷം നേരെ നിഷയെ ഫോൺ വിളിക്കുകയാണ്. അതേസമയത്ത് നിഷയാണെങ്കിൽ അവിടെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ റോഹൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരി വിളിക്കുന്നത്. കൂട്ടുകാരി വിളിച്ചിട്ട് കാര്യം പറയുകയാണ്. കൂട്ടുകാരി പറയണേ, എടി നിൻ്റെ കെട്ടിയവനെ ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ വെച്ച് കണ്ടു എന്നിങ്ങനെ പറയാണ്. ഹോട്ടലിലോ? അതേന്നേ, ഹോട്ടലിൽ വെച്ച് കണ്ടു. അതെന്നാ എൻ്റെ റോണിയേട്ടനായിരിക്കില്ല, റോണിയേട്ടൻ ഇവിടെ ഇല്ല. ആണെന്ന്, നിന്റെ കല്യാണത്തിന് വന്ന് നിന്റെ കെട്ടിയവനെ ഞങ്ങൾ കണ്ടതല്ലേ, ദേ ഒരു പെണ്ണിനെയും കൂട്ടി പോകുന്നത് കണ്ടു. ഇപ്പോൾ നീ പോയാൽ കയ്യോടെ പിടികൂടാം. അവർ ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ നീ ചെന്ന് കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ പോവും. അപ്പോൾ നീ പെട്ടെന്ന് ചെന്നാൽ നിനക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിഷ ഇങ്ങനെ ആലോചിക്കുകയാണ്. നിഷ ചിന്തിക്കുകയാണ്, ഇവർക്കൊക്കെ കല്യാണത്തിന് വന്നപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരിയൊക്കെ നല്ല അസൂയ ഉണ്ടായിരുന്നു റോണിയേട്ടനെ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ആ അസൂയ കൊണ്ട് കള്ളത്തരം പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ ബോംബെയിൽ നിൽക്കുന്ന റോണിയേട്ടൻ എങ്ങനെ അവിടെ എത്താനാണ്? എന്തായാലും റോണിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞിട്ട് നിഷ ഇങ്ങനെ വിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതേസമയം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹോട്ടലിലാണ് അവർ ഭക്ഷണം കഴിക്കുകയാണ്, ഫ്രൈഡ് റൈസ് കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ ഇങ്ങനെ നമ്മുടെ സരയുവിന് വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സരയു പറയണം, അയ്യോ ആരെങ്കിലും കാണും മനോട്ടാ, അപ്പോൾ കണ്ടാൽ എന്താ, എൻ്റെ കുഞ്ഞിനും കുഞ്ഞിൻ്റെ അമ്മയ്ക്കും അല്ലേ ഞാൻ വാരി കൊടുക്കുന്നത്, അതിലെന്താ മോള് തെറ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വാരി കൊടുക്കുകയാണ്. തിരിച്ച് നമ്മുടെ സരയും വാരി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ മനസ്സിൽ പറയണേ, എടി പുല്ലേ, ഞാൻ വേറെ ജില്ല കണ്ടു ചാടിക്കഴിഞ്ഞു, അതുകൊണ്ടേ നീ ഇനി എന്നെ കാത്തിരിക്കുകയൊന്നും വേണ്ട, ഇനി ഇവിടെ നിന്നും മറ്റേ ജില്ലയിലോട്ട് പറന്നു പോകാനുള്ളൊരു മുഹൂർത്തം മാത്രം കുറിച്ചാൽ മാത്രം മതി, ഇത് ഞാൻ നിന്നെയും കൊണ്ട് വരുന്ന ലാസ്റ്റ് യാത്രയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അറ്റൻഡർ പയ്യൻ വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ ചോദിക്കുകയാണ്, ഇനി എന്താ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെക്കുമ്പോൾ മെനു നോക്കിയാൽ മതി എന്ന് പറയണം. എടാ ഇത്ര അഹങ്കാരമോ നിനക്കൊക്കെ, മെനു നോക്കണമെന്നാ, എന്താടാ നിൻ്റെ വായിൽ നാക്കില്ലേ, നിനക്ക് അങ്ങോട്ട് പറഞ്ഞുകൂടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയണത്, അയ്യോ സാറേ സോറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സരയു പറയാണ്, അല്ലെങ്കിലും യുവമാർക്കൊക്കെ ഇത്തിരി അഹങ്കാരം കൂടുതലാണ് മനുവേട്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സരയു പറയുകയാണ്, അച്ഛന് വട്ടില്ലായിരുന്നെങ്കിൽ അച്ഛനെയും കൂടി കൊണ്ടുവരായിരുന്നു, അച്ഛൻ എങ്ങനെ കഴിഞ്ഞ ആളാണെന്ന് അറിയോ മനോട്ട, ഞാൻ എന്താഗ്രഹിച്ചാലും അതെല്ലാം നേടിത്തരുമായിരുന്നു എൻ്റെ അച്ഛൻ, എന്നെ എല്ലായിടവും കൊണ്ടുപോകുമായിരുന്നു. അച്ഛന് സുഖമില്ലാതായതിന് ശേഷം നമ്മുടെ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അമ്മയുടെ അവസ്ഥയും കുറേ മാറി, അല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ അമ്മ എത്ര സന്തോഷത്തോടു കൂടി കഴിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സരയു പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനോഹർ പറയാണ്, എൻ്റെ മോളു നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഇനി നേരെ ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സരയു ചോദിക്കുകയാണ്, അതെന്താ മനോട്ട് അങ്ങനെ പറയുന്നത്? എൻ്റെ മോളു അങ്ങേരൊക്കെ ആർത്തി പിടിച്ചാണ് അങ്ങേരിങ്ങനെ ആയിപ്പോയത്, അതുകൊണ്ടേ അത് ഇനി ഒരിക്കലും നേരാവാൻ പോണില്ല. ആർത്തിയോ? അതേന്നേ, നിൻ്റെ ആൻറ്റിയുടെ സ്വത്തുണ്ടല്ലോ പകുതി കൂടുതലും അങ്ങേർക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലേ അങ്ങേരിരുന്നത്, അങ്ങനെ ഇരുന്നപ്പോഴല്ലേ ഒന്നും നടക്കാതെ പോയത്, അപ്പോൾ അതിൻ്റെ ആർത്തി കൊണ്ടുള്ള ആ ഒരു ടെൻഷനിലല്ലേ ഇങ്ങനെ വട്ടായിപ്പോയത്, അതുകൊണ്ട് ഇനിയിപ്പോൾ അത് നേരെ ആവുമെന്ന് തോന്നുന്നില്ല, കാരണം അയാൾ പണ്ട് കാലം മുതൽക്കേ ആ സ്വത്തിന് വേണ്ടി കുറേ ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ അതേസമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മുടെ നിഷ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, സ്കൂട്ടിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂട്ടി കൊണ്ടുവന്നു ഹോട്ടലിൻ്റെ മുന്നിലെത്തുകയാണ്. അങ്ങനെ സ്കൂട്ടി അവിടെ വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ ഊരി മാറ്റിയിട്ട് നമ്മുടെ നിഷ ഇറങ്ങുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ മനോഹറും നമ്മുടെ സരയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ അവരും അവിടെ നിന്ന് എഴുന്നേറ്റ് കൈയൊക്കെ കഴുകി അങ്ങനെ നടന്നിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ പറയുകയാണ്, ഇനി മോളുവിന് ഇതുപോലെ എവിടെ പോകണമെങ്കിലും എന്താഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് സാധിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സരയു ഭയങ്കര ഹാപ്പി ആവുകയാണ്. സരയു പറയുകയാണ്, മനുവേട്ടനോടെയുള്ള ഈ യാത്രയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇറങ്ങി വരികയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നിഷ ഇങ്ങനെ വണ്ടി നിർത്തി അങ്ങോട്ട് മാറിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞൊരു ഭാഗത്തോട്ട് നിഷ നിൽക്കുന്നു, മനോഹറും സരയും ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്.
എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. സൂപ്പർ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.